ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ടർക്കിഷ് ഗൗണിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. 12 ഇയറിലുള്ള മെഷർമെൻ്റാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ആദ്യം നമുക്ക് അതിനായിട്ട് ഗൗണാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. നോർമൽ നമ്മൾ അംബ്രല ഗൗൺ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ യോക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് 13 ഇഞ്ചാണ്. അതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ്. ആം ഹോളായിട്ട് നമ്മൾ 6.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് റൗണ്ടായിട്ട് നമ്മൾ എടുക്കുന്നത് 8 ഇഞ്ചാണ്. പിന്നെ നമുക്ക് അതിലൂടെ സീം അലവൻസും ലൂസും കൂടി ചേർത്തിട്ട് നമുക്ക് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ടും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സൈഡിൽ ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു കർവ് ഷേപ്പ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരച്ചു കൊടുത്തില്ലെങ്കിൽ സൈഡ് ഭാഗം ഹാങ് ചെയ്ത് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നെക്ക് വിഡ്ത്തായിട്ട് എടുക്കുന്നത് 3 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്ക് ലെങ്ത് ആയിട്ട് എടുക്കുന്നത് 4.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ബാക്ക് നെക്ക് നമുക്ക് ഒരു 2.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ക്യാൻവാസ് പേപ്പറിലാണ്, ഫേസിങ് പേപ്പറിലാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. ഈ ഒരു ഗൗൺ ചെയ്യാനായിട്ട് ഞാൻ 7 മീറ്റർ ഫെൻഡി ക്ലോത്താണ് എടുത്തിട്ടുണ്ടായിരുന്നത് മെയിൻ ഫാബ്രിക്കായിട്ട്. അതുപോലെ തന്നെ ലൈനിങ് ഞാനൊരു 4.5 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ഹെവി വർക്ക് വരുന്ന ഫാബ്രിക് ഞാനൊരു 1 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോട്ടൺ ലൈനിങ്ങും സ്റ്റിഫ് നെറ്റും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ നമ്മൾ യോക്ക് പാർട്ടിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷനാണ് കട്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇത് ഫുൾ സർക്കിൾ അംബ്രല ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിന് എത്ര ഫ്ലെയർ കൊടുക്കണം എന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ നമുക്ക് ഡബിൾ സർക്കിളൊക്കെ കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേസ്റ്റ് റൗണ്ടിലൊക്കെ ചെറിയ വേരിയേഷൻസൊക്കെ വരും. ഇപ്പം നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. കേപ്പാണ് ഇതിൻ്റെ മുകളിൽ വരുന്നത്. അത് തന്നെയാണ് ഈ ഗൗണിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നോർമലി അംബ്രല ഗൗൺ ചെയ്യുന്ന പോലെ തന്നെ മടക്കി ഇട്ടിട്ടുണ്ട്, ക്രോസായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ക്ലോത്തും കുറച്ച് ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്, എന്നാൽ പോലും അത് ശരിക്കല്ല ഇരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിക്കുകയാണ്. ഞാൻ വീണ്ടും വേറെ ഹോളിൽ കൊണ്ടിട്ടിട്ടാണ് പിന്നെ കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫുൾ സർക്കിൾ അംബ്രല്ലേൻ്റെ വേസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കുന്ന ഫോർമുലയൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 6.28 ആണ്. ഈ മോളുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 27 ഇഞ്ചാണ്. അതിന് നമ്മൾ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3.95 ആണ്. അപ്പം നമ്മൾ ആ ഒരു വേസ്റ്റ് റൗണ്ടിൽ നമ്മൾ അതാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ താഴോട്ട് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 38 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഒരു സ്ഥലത്തൊന്നും വെച്ചിട്ട് നിൽക്കാതെ ഞാൻ വീണ്ടും അകത്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും മടക്കിയിട്ട് തിരിച്ചിട്ട് പിന്നെ ഇത് വീഡിയോയിൽ എത്ര ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. അപ്പം ഞാൻ ഓരോ സ്ഥലം മാറ്റി മാറ്റിയിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ തീരെ കാണുന്നുണ്ടാവില്ല, ഫുൾ വൈറ്റ് ആയി പോകുന്നതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്കിലും ഈ കളറിലൊക്കെ കൊണ്ടുവന്ന് വെച്ചത്. പിന്നെ മെറ്റീരിയൽ വിരിച്ചിട്ടിട്ട് ചെയ്യുമ്പോഴും അത് അങ്ങനെ തെന്നി പോകുന്ന കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ഇട്ടിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നിലത്തിട്ടിട്ട് തന്നെ ചെയ്തത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ യോക്കിൻ്റെ പൊസിഷനിലും ഫ്രണ്ട് പൊസിഷനിലും ഇതുപോലെ വർക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ആ നെറ്റിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കാരണം അങ്ങനെയുള്ള എത്ര നമ്മൾ ബീഡ്സൊക്കെ പൊട്ടിച്ച് കളഞ്ഞാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും കുറേ, ഒരു 10 സൂചിയെങ്കിലും മിനിമം എൻ്റെ പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ യോക്ക് പോർഷൻ ഒന്ന് ലൈനിങ്ങും എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്, തെന്നിപ്പോവാതിരിക്കാനും കറക്റ്റായിട്ട് നിൽക്കാൻ. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ സ്കേർട്ടിൻ്റെ പോർഷനിലുള്ള എല്ലാ ഫാബ്രിക്സും വെച്ചിട്ട് നമ്മളതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ കോട്ടണിൽ നമ്മൾ സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് സ്കേർട്ടിൻ്റെ പൊസിഷനും കൂടി കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എൻ്റെ ഭാഗം ഒന്ന് സിക്സാക് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അംബ്രല കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. അംബ്രല ഗൗണിൻ്റെ ഒരുപാട് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്.
അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലീവിൻ്റെ 2 സൈഡിലായിട്ട് ഒരു ഫ്ലോവി ആയിട്ട് കിടക്കുന്ന ഒരു വെയിൽ പോലെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 49-50 ഇഞ്ചിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തു. അധികം ഒരുപാട് വേണമെങ്കിൽ അത് അംബ്രല കട്ടായിട്ട് ചെയ്യാം. ഇപ്പം ഞാനിത് നേരെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 2 പീസാക്കിയിട്ട് ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു പീസ് ലൈനിങ്ങിൻ്റെ ക്ലോത്താണ് ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് മറിച്ച് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് മറിച്ച് പതിച്ച് അടിച്ചു കൊടുക്കുക. മുന്നേ നമ്മൾ ഇതുപോലത്തെ ഒരു ഗൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ കേപ്പ് സെമി അംബ്രല ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളിതിൽ ഒരു ഫുൾ സർക്കിൾ അംബ്രല തന്നെയാണ് നമ്മൾ ഈ ഒരു ഗൗണിന് ചെയ്തിട്ടുള്ളത്. കുറേ നാളായി ഇങ്ങനെ ഒരു ഗൗൺ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു മോളുടെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്തായാലും നല്ല അഭിപ്രായമായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ വെയിലിൻ്റെ നമ്മൾ പതിച്ചടിച്ചു കൊടുക്കുകയാണ്. ആ പീസ് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 4 ഹുക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഗൗണിൻ്റെ സ്ലീവിൻ്റെ മുകളിലായിട്ട് ഹുക്ക് ഇടാനുള്ള ലൂപ്പ് കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ എന്ത് ഫംഗ്ഷൻ വന്നാലും നമുക്ക് തലേദിവസം വരെ പണി തന്നെയാണ്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. അതൊക്കെ ഞാൻ ലൂപ്പൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇനി അതിൽ നമുക്ക് വേണ്ടപ്പോൾ അതിട്ട് കൊടുക്കാം. അല്ലാത്തപ്പോൾ നമുക്കത് റിമൂവ് ചെയ്തിട്ട് നോർമൽ ഗൗൺ പോലെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു 3 രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഗൗണാണ്. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സ്ലീവിലും ഞാൻ ഇതുപോലെ കുറച്ച് ഫാബ്രിക്കും കൂടി വെച്ചിട്ട് സ്ലീവും കൂടി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കേപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പേപ്പറിൽ 2ആയിട്ട്, അതായത് 4 ഫോൾഡ് ചെയ്യാവുന്ന തരത്തിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കോളറാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മടക്കിയിടുമ്പോൾ ഒരു 4 തുറന്ന ഭാഗം നോക്കുമ്പോൾ ഒരു 4 സൈഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ നെക്ക് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഞാൻ 2.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് എത്രയാണ് നമുക്ക് വേണ്ട ലെങ്ത്ത് എടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിൽ ഒരു 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് നെക്ക് ലെങ്ത്ത് നമ്മൾ 1 ഇഞ്ചും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കാം. ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ അങ്ങനെയാണ് നെക്ക് വരച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് നമ്മുടെ കേപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് നോക്കാം. ഇപ്പം ഞാനിതിൽ മോളുടെ യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 13 ഇഞ്ചാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 12 ഇഞ്ചായിട്ട് മാറും. അപ്പോൾ ഞാൻ ഇവിടെ 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഫുൾ സർക്കിൾ അംബ്രല ചെയ്യുന്ന പോലെ തന്നെ അതൊന്ന് 13 ഇഞ്ച് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സെമി സർക്കിൾ അംബ്രല കേപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 13 ഇഞ്ചിൽ സർക്കിൾ ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ലെങ്ത്തി ആയിക്കോട്ടെ, ഇനി വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇനിയിപ്പോൾ ലെങ്ത്ത് കുറയണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടി നീക്കി വരയ്ക്കുകയാണ്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പേപ്പർ പാറ്റേൺ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ വരില്ലല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാലും നമുക്കത് തിരുത്താൻ പറ്റും. ഫാബ്രിക്കിൽ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒരിക്കലും മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് 2ഉം കൂടി വെച്ചിട്ട് കട്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഫ്രണ്ട് മാത്രം നോക്കിയിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആ അംബ്രല ഷേപ്പ് സർക്കിൾ ഷേപ്പും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് നമ്മൾ കേപ്പിൻ്റെ പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഈ നമ്മുടെ നെക്ക് കടക്കണമെങ്കിൽ നമുക്കൊരു ഹോൾ എന്തായാലും കൊടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ബാക്കിലൊരു ഓപ്പൺ കൊടുക്കുകയാണ്. ഒരു 5 ഇഞ്ചിലാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത്. ഇനി ഈ ഒരു സെയിം മെഷർമെൻറ്റിൽ നമ്മൾ നെറ്റിൻ്റെ ഫാബ്രിക് ഇതിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്.
ഞാൻ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കുറവുണ്ടായിരുന്നു. നമ്മുടെ ഇതൊന്ന് സർക്കിളാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കുറവുള്ള ഭാഗത്ത് നമ്മൾ സൈഡിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തിട്ട് അപ്പുറത്തൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലുള്ള എല്ലാ ജോയിനിങ്ങും ഭയങ്കര ടാസ്ക്കാണ്. കാരണം അറിയാമല്ലോ, ഈ ഫാബ്രിക്കിലുള്ള കട്ട് ബീഡ്സും വർക്ക്സും എല്ലാം കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ബാലൻസ് നമുക്ക് തികയാത്ത ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തികയാത്ത ഭാഗത്ത് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് നെക്ക് റൗണ്ട് ഒന്ന് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം എത്രയാണ് കിട്ടുന്നത്. കോളറാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്കിൻ്റെ റൗണ്ട് ഒന്ന് അളന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 18.5 ഇഞ്ചാണ്. ഇനി നമുക്ക് ഫേസിങ് പേപ്പറിലേക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 18.5ൻ്റെ ഹാഫ് കാണാം. 9.25 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 9.25 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോളറാണിത്. എന്നിട്ട് നമ്മൾ താഴോട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് ആ 1 ഇഞ്ച് വരച്ച അങ്ങോട്ടൊരു കർവ് ഷേപ്പ് പോലെ വരച്ചു കൊടുക്കുകയാണ്. ഞാനിത് വൈറ്റ് ചോക്ക് തന്നെ വെച്ച് വരച്ചത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് വൈറ്റ് ഡ്രസ്സിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് വേറെ കളർ വെച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കളർ ഇങ്ങനെ നിഴലടിച്ച് കാണുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് വേറെ കളറൊക്കെ ആകുമ്പം അത് ഇങ്ങനെ നന്നായി കാണും പുറത്തോട്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതൊന്ന് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് 9.25 തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് മറ്റേ പെന്നുണ്ടായിരുന്നു. നമ്മൾ അയൺ ചെയ്താൽ മാഞ്ഞു പോണ എല്ലാ മഷിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വൈറ്റ് ചോക്ക് വെച്ച് തന്നെ വരച്ചത് കേട്ടോ. അപ്പോൾ ഒരു ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ കമൻറ്റിൽ പറയുമോ അല്ലെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ കോളർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മണിപ്പൊട്ടിക്കലാണ്. വീണ്ടും നമ്മൾ നെക്കിൻ്റെ ഭാഗത്തുള്ള പേൾസൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്കിൽ നമ്മളൊരു ഓപ്പണിങ് കൊടുത്ത ഭാഗത്ത് ഇതുപോലൊരു പീസ് വെച്ചിട്ട് അതൊന്ന് മറിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് നോർമലി നമ്മൾ കോളർ വയ്ക്കുന്ന പോലെ തന്നെ അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആ ഓപ്പണിങ്ങുള്ള ഭാഗം ആ ഒരു പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ പേൾസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാലും പിന്നെയും ഇതിങ്ങനെ പൊട്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടായി. എന്നാലും അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് കോളറും കൂടി റോങ് സൈഡിൽ വെച്ചിട്ട് നല്ല വശത്തേക്കായിട്ട് നമുക്ക് മറിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്.
ഇപ്പോൾ നമ്മൾ കോളറും അതിൽ വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം അതിൻ്റെ എഡ്ജ് ഭാഗം സിഗ്സാഗ് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പേൾസൊക്കെ കാരണം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇതന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ സിബ് വയ്ക്കുന്ന ഫോട്ടോ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കുള്ള ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പം നമ്മൾ എന്നിട്ട് അടിഭാഗം ആ ഒരു വർക്കിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ പിന്നെ അതിൽ സിഗ്സാക്കിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അഭിപ്രായങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ ഇത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റിലാകുമ്പോൾ കാണാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാറ്റേൺ പേപ്പർ മാറ്റാതെ അവിടെ തന്നെ ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാനായിട്ടാണ്. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ ഗൗൺ തന്നെയാണ്. ഈ വർക്കിൻ്റെ ഈ ഒരു മെറ്റീരിയലിൽ കുറച്ച് കട്ടിങ്ങും ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഉള്ളൂ. എന്നാൽ പോലും നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ ഡ്രസ്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല കമൻസാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. പിന്നെ ഇതുപോലുള്ള കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാത്തത് ലാസ്റ്റ് ടൈമിലാണ്. നമ്മൾ ആ ഫങ്ഷൻ്റെ തലേദിവസമാണ് നമ്മളിത് ഫിനിഷ് ചെയ്യുന്നത്. പിന്നെ അത് കൊണ്ടുകൊടുക്കാനായിട്ടും പരിപാടിക്കും നമുക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈന്യൂട്ടായിട്ട് എല്ലാ കാര്യങ്ങളും കാണിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കാണിച്ചു വരുമ്പോഴേക്കും കല്ല് കാരണം സൂചി പൊട്ടൽ. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോ പോകുമ്പം പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. മോളിട്ടിട്ടുള്ള വീഡിയോ കൂടി ഇതിൻ്റെ ഫൈനലിൽ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. താങ്ക് യു.